Hi all, welcome to Studying PSC കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 981 5:4 എന്ന അനുപാതത്തിൽ വിഭജിക്കുക. സൊല്യൂഷൻ 981 ഇതിനെ 5:4 എന്ന അനുപാതത്തിൽ വിഭജിക്കണം. അപ്പോൾ ഇവിടെ 5:4 എന്ന് വെച്ചാൽ 5 4 9 ഭാഗമുണ്ട്. ആകെ 9 ഭാഗമുണ്ട്. അപ്പോൾ 981 9-ൽ 5 ഭാഗവും 981 9-ൽ 4 ഭാഗവും കണ്ടുപിടിക്കുക. അതിൻ്റെ റേഷ്യോ ആയിരിക്കും ഉത്തരം. ഓക്കെ, 981/9 109. 109 × 5 545. 981/9 109. 109 × 4 436. ഇതിൻ്റെ റേഷ്യോ 545:436. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം: ഒരു വസ്തു 1920 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭശതമാനം അതേ വസ്തു 1280 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടശതമാനത്തിന് തുല്യമാണ്. 25% ലാഭം ലഭിക്കാൻ പ്രസ്തുത വസ്തു എത്ര വിലയ്ക്ക് വിൽക്കണം? സൊല്യൂഷൻ: പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ട് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലുള്ള ഫോർമുലയാണ് വിറ്റ വില. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, 25% കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഒരു വസ്തു 1920 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭശതമാനം അതേ വസ്തു 1280 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടശതമാനത്തിന് തുല്യമാണ്. അതായത് ഈ പ്രോഫിറ്റും ഈ ലോസും ഈക്വൽ ആണെന്ന്. അതായത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇത് ഈസ് ഈക്വൽ ടു ലോസ്, അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ ഒരു വസ്തു 1920 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭശതമാനം, അതായത് സെല്ലിംഗ് പ്രൈസ് ഇവിടെ 1920 മൈനസ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു അതേ വസ്തു 1280 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടശതമാനം, അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് 1280. ഇത് ഇക്വേറ്റ് ചെയ്ത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ CP ഒരു സൈഡിലാക്കാം, നമ്പേഴ്സ് ഒരു സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 2CP ഈസ് ഈക്വൽ ടു 1920 പ്ലസ് 1280 ഈസ് ഈക്വൽ ടു 2CP ഈസ് ഈക്വൽ ടു 1920 പ്ലസ് 1280. 0 0 0 8 2 10 0 ശിഷ്ടം 1 9 2 11 1 12 ശിഷ്ടം 1 1 1 2 1 3 3200. Therefore CP ഈസ് ഈക്വൽ ടു 3200 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1600. കോസ്റ്റ് പ്രൈസ് 1600 രൂപ. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിറ്റ വില സെല്ലിംഗ് പ്രൈസ് SP ഈസ് ഈക്വൽ ടു 1600 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 100 പ്ലസ് 25 125 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 25 കൊണ്ട് വെട്ടാം. 25 5 125 25 4 100.
4 4 16. അപ്പോൾ ഇത് 400 ഇൻറ്റു 5 2000 രൂപ. 2000 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒരു ജോലി എ 4 മണിക്കൂർ കൊണ്ടും ബിയും സിയും ഒരുമിച്ച് 3 മണിക്കൂർ കൊണ്ടും എയും സിയും ഒരുമിച്ച് 2 മണിക്കൂർ കൊണ്ടും ചെയ്തു തീർക്കും. അങ്ങനെയെങ്കിൽ ബി മാത്രം ആ ജോലി എത്ര സമയം കൊണ്ട് ചെയ്യും? സൊല്യൂഷൻ. ഇത് ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലം ആണ്. ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലംസ് ചെയ്യുമ്പം അവിടെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതിതാണ്, ഒരു ജോലി എ n ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ എയുടെ ഒരു ദിവസത്തെ ജോലി 1/n ആയിരിക്കും. അതുപോലെ എയുടെ ഒരു ദിവസത്തെ ജോലി 1/n ആണെങ്കിൽ എ ആ ജോലി n ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ബി ഒറ്റയ്ക്ക് ചെയ്താൽ ഈ ജോലി എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുക, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി തന്നിരിക്കുന്ന കണ്ടീഷൻസ് ആണ്, എ 4 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്യും. അതായത് എയുടെ 1 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് എസ് 1 അവർ വർക്ക്. എയുടെ 1 മണിക്കൂർ ജോലി 1/4 ആയിരിക്കും. അതുപോലെ ബിയും സിയും ഒരുമിച്ച് 3 മണിക്കൂർ കൊണ്ട്, അതായത് ബിയുടെയും സിയുടെയും 1 അവർ വർക്ക്. 1 അവർ വർക്ക് 3 മണിക്കൂറാകുമ്പോൾ 1 അവർ വർക്ക് 1/3. അടുത്തത് എയും സിയും ഒരുമിച്ച് 2 മണിക്കൂർ കൊണ്ട്. അപ്പോൾ എയുടെയും സിയുടെയും 1 അവർ വർക്ക് 2 മണിക്കൂറാകുമ്പോൾ 1 അവർ വർക്ക് 1/2. ഓക്കെ. അപ്പോൾ ഇവിടെ ബി 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് കണ്ടുപിടിക്കേണ്ടത്. ബി 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാനായിട്ട് ബി ഈസ് ഈക്വൽ ടു എയും ബിയും സിയും ഒരുമിച്ച് ചേർന്ന് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലിയിൽ നിന്ന് എയും സിയും 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി കുറച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി മൈനസ് എ പ്ലസ് സി ഇതായിരിക്കും ബി. അപ്പോൾ ഇവിടെ ബിയുടെ 1 അവർ വർക്ക് ഈസ് ഈക്വൽ ടു എയും ബിയും സിയുടെ 1 അവർ വർക്ക്. അതായത് എയുടെ 1 അവർ വർക്ക് 1/4 ആണ്, പ്ലസ് ബിയുടെ സിയുടെ 1 അവർ വർക്ക് എന്ന് പറയുന്നത് 1/3 ആണ്. 1/4 പ്ലസ് 1/3 മൈനസ് എയും സിയും 1 മണിക്കൂറിൽ ചെയ്യുന്ന ജോലി 1/2 ആണ്. ഓക്കെ. ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് ഭിന്നസംഖ്യകളാണ്. ലസാഗു കണ്ടുപിടിക്കണം. ലസാഗു 4 3 2 ഇതിൻ്റെ ലസാഗു 12 ആണ്. ലസാഗു കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ബാക്കിയുള്ള എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ അതായിരിക്കും LCM. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകൾ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും ലസാഗു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വലിയ സംഖ്യ 4 3 2 സംഖ്യകൾ. വലിയ സംഖ്യ 4. 4 2ൻ്റെ മൾട്ടിപ്പിളാണ്, പക്ഷേ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇവിടെ 4 LCM ആയിട്ട് വരത്തില്ല. അപ്പോൾ പിന്നെ നോക്കേണ്ടത് ഈ 4 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതായിരിക്കും ഇവിടുത്തെ LCM. 4 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ 12 ആണ്. അപ്പോൾ 12 ആണ് ഇവിടുത്തെ LCM. ഇനി ഇങ്ങനെ നോക്കാൻ അറിയത്തില്ലാത്തവർ സാധാരണ പോലെ തന്നെ LCM മെത്തേഡിൽ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ലസാഗു ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ ലസാഗുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കുന്ന സംഖ്യകളായിരിക്കും വരുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 12/4 3 3 ഇൻറ്റു 1 3 പ്ലസ് 12/3 4 4 ഇൻറ്റു 1 4 മൈനസ് 12/2 6 6 ഇൻറ്റു 1 6. അപ്പോൾ ഇത് 4 3 7 7 മൈനസ് 6 1.
1/12 എന്ന് വരും. ഇത് ബിയുടെ 1 മണിക്കൂറത്തെ വർക്കാണ്. ബീസ് 1 അവർ വർക്കായത്. അപ്പം ബിയുടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ്. ഇവിടെ കണ്ടല്ലോ. അപ്പം 1/12ൻ്റെ റെസിപ്രോക്കൽ 12 ആണ്. അപ്പം ബി മാത്രം ഈ ജോലി ചെയ്താൽ 12 മണിക്കൂർ കൊണ്ടായിരിക്കും ചെയ്തു തീർക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 80 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 9 മണിക്കൂർ കൊണ്ട് ഒരു യാത്ര പൂർത്തിയാക്കാൻ സാധിക്കും. 60 km/h വേഗതയിൽ സഞ്ചരിക്കവേ അതേ ദൂരം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? സൊല്യൂഷൻ. ഇവിടെ സ്പീഡും ടൈമുമാണ് തന്നിട്ടുള്ളത്. സ്പീഡും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രോബ്ലത്തിലെ ടൈമോ സ്പീഡോ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് S1 T1 = S2 T2. അപ്പോൾ ഇവിടെ S1 സ്പീഡ് 80 km/h, T1 9 മണിക്കൂർ. അതുപോലെ S2 60 km/h, T2 എത്രയെന്ന് കണ്ടുപിടിക്കണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 80 × 9 = 60 × T2. Therefore T2 = 80 × 9 divided by 60. 12 മണിക്കൂറാണ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ റെയിൽ എന്നത് KCTN എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഈ കോഡ് ഭാഷയിൽ റീഡ് എങ്ങനെയാണ് എഴുതപ്പെടുക? സൊല്യൂഷൻ. റെയിലിൻ്റെ കോഡ് KCTN. അതുപോലെ റീഡിൻ്റെ കോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എയുടെ നേരെ വന്നിട്ടുള്ളത് സി ആണ്. അപ്പോൾ A+2 ആണ് സി. അതുപോലെ എല്ലിന് നേരെ വന്നിട്ടുള്ളത് N ആണ്. L+2 ആണ് N. ഇത് ഈ കോഡ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലും +2 ആഡ് ചെയ്തിട്ടാണ് കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റീഡിൽ സെക്കൻഡ് പൊസിഷനിൽ +2 ആഡ് ചെയ്യാം. അപ്പോൾ ഈ +2 EFG G വരും. അതുപോലെ 4th പൊസിഷനിലും +2 ആഡ് ചെയ്യാം. അപ്പം D+2 DEF F വരും. D+2 F. അപ്പോൾ ഇവിടെ സെക്കൻഡ് ആൻഡ് 4th പൊസിഷനിൽ GF ആണ് വരേണ്ടത്. അങ്ങനെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എയിൽ മാത്രമേ ഉള്ളൂ സെക്കൻഡിൽ ജിയും 4th എഫും ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, CGTF. ആൻസർ കിട്ടി. ഇങ്ങനെ എക്സാം ഹോളിൽ നമുക്കിങ്ങനെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ചങ്ങ് നിർത്തുക. ആൻസർ കിട്ടിയല്ലോ. നിങ്ങൾ ഇത്രേ എക്സാമിന് ചെയ്യാവുള്ളൂ. ഞാനിത് ഫുള്ളായിട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ ഒന്ന് പറയാം. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ സെക്കൻഡും 4th പൊസിഷനിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് കിട്ടി. +2 ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുക. ഫസ്റ്റ് ആൻഡ് തേർഡ് പൊസിഷനിൽ ഇവിടെ വന്നിട്ടുള്ളത് ക്രോസ് ആയിട്ട് ആണ് +2 ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് R+2 ആണ് T. അതുപോലെ I+2 ആണ് K. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ആൻഡ് തേർഡ് പൊസിഷനിൽ ക്രോസ് ആയിട്ട് വേണം +2 ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ R+2 ഇങ്ങനെ R+2 എന്ന് പറയുമ്പം RST. R+2 എന്ന് പറയുമ്പം T വരും. അതുപോലെ ഇങ്ങോട്ട് A+2 ആവുമ്പോൾ C വരും. അപ്പോൾ ഇത് CGTF എന്ന് വരും. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം,
എമ്മിൻ്റെ മകനാണ് കെ, കെയുടെ ഭാര്യയാണ് എല്ല്, എല്ലിൻ്റെ മകനാണ് ജെ, എമ്മിനെ വിവാഹം കഴിച്ചത് പി. അങ്ങനെയെങ്കിൽ ജെയ്ക്ക് എമ്മുമായുള്ള ബന്ധം എന്ത്? സൊല്യൂഷൻ. ഇതൊരു ഫാമിലി റിലേഷൻ പ്രോബ്ലമാണ്. അപ്പം ഫിഗർ വരയ്ക്കണം. മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പ്ലസ് സൈനും ഫീമെയിലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ മൈനസ് സൈനുമാണ് യൂസ് ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ മകനാണ് കെ, എമ്മിന് താഴെ അപ്പോൾ കെ വരും. കെ പ്ലസ് സൈൻ മകനായതുകൊണ്ട്. കെയുടെ ഭാര്യയാണ് എല്ല്, അപ്പോൾ കെയുടെ നേരെ വരും എല്ല്. അപ്പം കപ്പിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഈ ഈക്വൽ സൈൻ ഇച്ചിരി നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക. കെയുടെ ഭാര്യയാണ് എല്ല്, അപ്പോൾ എല്ലിന് മൈനസ് എന്ന് കൊടുത്തു. എല്ലിൻ്റെ മകനാണ് ജെ, അപ്പം കെയുടെ എല്ലിൻ്റെ മകനാണ് ജെ, അപ്പോൾ ഇവരുടെ താഴെ വരും ജെ. ജെയിനെ പ്ലസ് സൈൻ ഇട്ടു. എമ്മിനെ വിവാഹം കഴിച്ചത് പി ആണ്, അപ്പോൾ എമ്മും പിയും കപ്പിൾസാണ്. ജെയ്ക്ക് എമ്മുമായുള്ള ബന്ധം എന്ത്? അപ്പം ജെ എന്ന് പറയുന്നത് ഈ എമ്മിൻ്റെ മകൻ്റെ മകനാണ്. എമ്മിൻ്റെ മകനാണ് കെ, കെയുടെ മകനാണ് ജെ. അപ്പം ജെയ്ക്ക് എമ്മുമായുള്ള ബന്ധം എമ്മിൻ്റെ മകൻ്റെ മകൻ. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരാൾ തെക്കോട്ട് 5 കിലോമീറ്റർ നടന്ന് വലത്തേക്ക് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന ശേഷം അയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അയാൾ ആരംഭ സ്ഥാനത്ത് നിന്ന് ഏത് ദിശയിലാണ്? സൊല്യൂഷൻ. ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ഇങ്ങനെയാണ് വരുന്നത്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇതെല്ലാവർക്കും പെട്ടെന്നറിയാം. വെസ്റ്റും ഈസ്റ്റും കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്, അത് വെച്ചങ്ങ് ഓർത്താൽ മതി. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലും ഈസ്റ്റ് വരുന്നത് റൈറ്റ് സൈഡിലും. ഓക്കെ. ഇനി നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനായിരിക്കും. അതുപോലെ സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനായിരിക്കും. അതുപോലെ സൗത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനായിരിക്കും. അതുപോലെ നോർത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനായിരിക്കും. ഓക്കെ. ഇനി ഒരാൾ തെക്കോട്ട് 5 കിലോമീറ്റർ നടന്ന് വലത്തേക്ക് തിരിയുന്നു. ഈ പോയിന്റ്, ഇവിടുന്ന് ഒരാൾ തെക്കോട്ട് 5 കിലോമീറ്റർ നടന്നു. തെക്കോട്ട് 5 കിലോമീറ്റർ നടന്ന് വലത്തേക്ക് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന ശേഷം ഇടത്തേക്ക് തിരിയുന്നു. ഓക്കെ. അപ്പോൾ ഇയാൾ ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഒരു ഡയറക്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് 3 കിലോമീറ്റർ വലത്തോട്ട് തിരിയുന്നുണ്ട്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 3 കിലോമീറ്റർ പോയി. ഇനി അയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ, അതായത് ഇടത്തോട്ട് തിരിയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ഇവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 5 കിലോമീറ്റർ. ഇവിടെ എത്തി. ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി. ഇപ്പോൾ അയാൾ ആരംഭ സ്ഥാനത്ത് നിന്ന് ഏത് ദിശയിലാണ്? അതായത് ഈ ഡയറക്ഷൻ ഇങ്ങനെ വരും. ഈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് അയാളുള്ളത്. സൗത്ത് വെസ്റ്റ് എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ്. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം ലഘൂകരിക്കുക. 1/2 raised to -2 plus 1/3 raised to -2 plus 1/4 raised to -2. സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1/2 raised to -2 പ്ലസ്
1/3 റേസ് ടു -2 പ്ലസ് 1/4 റേസ് ടു -2. അപ്പോൾ ഈ പവറെല്ലാം മൈനസിലാണ്. ഇതിനെ ഒന്ന് പ്ലസ്സിലോട്ട് മാറ്റാം. പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പം ബേസിൻ്റെ റെസിപ്രോക്കൽ വരും. അതായത് a raised to -n is equal to 1/a raised to n ആയിരിക്കും. അതായത് പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തു. -n എന്നുള്ളത് n ആയിട്ട് മാറി. അപ്പം ബേസ് എന്നുള്ളത് റെസിപ്രോക്കൽ വരും. a എന്നുള്ളത് 1/a ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാം. അതായത് -2 എന്നുള്ളത് +2 ആക്കാം. -2 എന്നുള്ളത് +2 ആകുമ്പം ബേസിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ ഇവിടെ 1/2 എന്നുള്ളത് 2 വരും. അപ്പോൾ ഇത് 2² എന്ന് വരും. പ്ലസ് അപ്പോൾ ഇനി 1/3 റേസ് ടു -2. -2 എന്നുള്ളത് +2 ആകുമ്പം 1/3യുടെ റെസിപ്രോക്കൽ 3 വരും. അപ്പോൾ ഇത് 3² എന്ന് വരും. പ്ലസ് 1/4 റേസ് ടു -2. -2 എന്നുള്ളത് +2 ആകുമ്പം 1/4 എന്നുള്ളത് റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ 4 വരും. അപ്പോൾ ഇത് 4² എന്നായി. അപ്പോൾ ഇത് 2² 4 3² 9 4² 16 ഈസ് ഈക്വൽ ടു 4 9 13 13 16 29 ആൻസർ ഓപ്ഷൻ സി. ചോദ്യം ഉത്തരം കണ്ടുപിടിക്കുക. 2.39² മൈനസ് 1.61² ഡിവൈഡഡ് ബൈ 2.39 മൈനസ് 1.61. സൊല്യൂഷൻ. ഇവിടെ ഇത് a² മൈനസ് b² ഫോമിലാണ്. അപ്പോൾ ഇവിടെ a² മൈനസ് b², അതായത് a² മൈനസ് b² ഡിവൈഡഡ് ബൈ a മൈനസ് b ഈസ് ഈക്വൽ ടു a² മൈനസ് b², a പ്ലസ് b ഇൻറ്റു a മൈനസ് b ഡിവൈഡഡ് ബൈ a മൈനസ് b. a മൈനസ് ബിയും a മൈനസ് ബിയും വെട്ടിപ്പോവും. പിന്നെ a പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ ഇത് a പ്ലസ് ബി എന്ന് വരും. ഇവിടെ a 2.39 ആണ്, b 1.61 ആണ്. അപ്പോൾ a പ്ലസ് ബി എടുക്കുക. a പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 9 1 10 0 ശിഷ്ടം 1, 6 3 9 1 10 0 ശിഷ്ടം 1, 2 1 3 1 4. 4 ആണ് ആൻസർ ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 36 34 30 28 24 എന്നീ ശ്രേണിയിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ 36 34 30 28 24 ഡാഷ്. അപ്പോൾ ആദ്യം അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 36 മൈനസ് 34 2, 34 മൈനസ് 30 4, 30 മൈനസ് 28 2, 28 മൈനസ് 24 4. അപ്പോൾ ഇവിടെ ആദ്യം 2 കുറച്ചു, പിന്നെ 4 കുറച്ചു, വീണ്ടും 2 കുറച്ചു, വീണ്ടും 4 കുറച്ചു. അപ്പം 2 4 വീതം കുറച്ച് കുറച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 കുറച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് 2 ആയിരിക്കും കുറയ്ക്കേണ്ടത്. അപ്പോൾ 24 മൈനസ് 2 22 ആൻസർ ഓപ്ഷൻ ബി. നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? മാത്സൊക്കെ ഈസി ആയിരുന്നെന്ന് തോന്നുന്നല്ലേ? എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.